സംവിധായകൻ രഞ്ജിത്തിന്റെ സിനിമകളെ വിമർശിച്ച് കമൽ. മലയാള സിനിമയ്ക്ക് മികച്ച ഒരുപാട് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ. ഇപ്പോഴിതാ രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമകളോടുള്ള വിമർശനങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കമൽ. രഞ്ജിത്ത് അന്നത്തെ കാലത്ത് സവർണത നിറഞ്ഞ പുരുഷാധിപത്യമുള്ള തമ്പുരാൻ സിനിമകൾ എടുക്കുമ്പോൾ താൻ കുറ്റം പറയാറുണ്ടായിരുന്നു എന്നാണ് കമൽ പറയുന്നത്. മോഹൻലാൽ എന്ന താരത്തെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അന്ന് മറ്റൊന്നും രഞ്ജിത്ത് നോക്കിയിരുന്നില്ല എന്നും കമൽ പറയുന്നു. രഞ്ജിത്ത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും കമൽ പറയുന്നുണ്ട്. രഞ്ജിത്ത് തമ്പുരാൻ സിനിമകളൊക്കെ എടുക്കുമ്പോൾ താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. താൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് പറഞ്ഞതെന്നും അത്തരം സിനിമകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചെല്ലാം തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നുവെന്നും അതൊക്കെ തന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിരുന്നതെന്നും കമൽ പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ അന്ന് അതൊന്നും ഓർത്തിട്ടേയല്ല എന്നും രഞ്ജിത്ത് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്നാൽ അക്കാലത്ത് ഇതൊന്നും രഞ്ജിത്ത് ഉദ്ദേശിച്ചിട്ടേ അല്ല ഇത്തരം സിനിമകൾ ചെയ്തതെന്നുമാണ് കമൽ പറയുന്നത്. മോഹൻലാൽ എന്ന താരത്തെ ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അക്കാലത്ത് അവരുടെ ലക്ഷ്യമെന്നും സിനിമകളുടെ ഫാസിസ്റ്റ് ചിന്താഗതിയും ഐഡിയോളജിയും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെന്നും സംവിധായകൻ കമൽ പറയുന്നുണ്ട്. അതേസമയം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്കെതിരെ നടക്കുന്ന ഡീഗ്രേഡിങ്ങിനെതിരെയും കമൽ സംസാരിക്കുന്നുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ തന്നെ വലിയ ഹൈപ്പിൽ കയറിയ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. എന്നാൽ തിയേറ്ററിലെത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. പിന്നാലെ ചിത്രത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുവെന്ന ആരോപണവുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ മുന്നോട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷിബു ബേബി ജോണും മോഹൻലാൽ ആരാധകരെ വിമർശിച്ച് സംസാരിക്കുകയും ചെയ്തു. മമ്മൂട്ടിയുടെ പരീക്ഷണ സിനിമകൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ സ്വീകരിക്കുന്നത് പോലെ മോഹൻലാലിന്റെ വ്യത്യസ്ത പടങ്ങൾക്ക് അത്തരമൊരു സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് നിർമ്മാതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സംവിധായകൻ കമൽ സംസാരിക്കുന്നുണ്ട്. ഷിബു ബേബി ജോൺ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണെന്നാണ് കമൽ പറയുന്നത്. മലയാളി പ്രേക്ഷകർ ഇപ്പോഴും മോഹൻലാലിനെ ഒരു മാസ് ഹീറോയായാണ് കാണുന്നതെന്നും എന്നാൽ മമ്മൂട്ടി മാസ് സിനിമകൾ ചെയ്യുമ്പോൾ പോലും പ്രേക്ഷകർ അങ്ങനെ കാണാറില്ല എന്നും കമൽ പറയുന്നു. അത് പണ്ട് മുതലെയുള്ളൊരു രീതിയാണെന്നും കമൽ കൂട്ടിച്ചേർത്തു. മലൈക്കോട്ടെ വാലിബന്റെ തുടക്കം മുതൽ ആരാധകരും മറ്റുള്ളവരുമാണ് വാലിബൻ ഒരു മാസ് പടമാണെന്ന് പറഞ്ഞുണ്ടാക്കിയത്. അണിയറ പ്രവർത്തകർ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞതായി താൻ കേട്ടിട്ടില്ല എന്നും ഇതൊരു മാസ് സിനിമയാണെന്ന് ഒരിക്കലും അദ്ദേഹം പറയില്ല എന്നും കമൽ പറഞ്ഞു. മലൈക്കോട്ടെ വാലിബൻ എന്ന പേര് തന്നെ ആ രീതിയിൽ പ്രശ്നമായെന്നും കാരണം ഒരു മാസ് ഹീറോയായി മോഹൻലാലിനെ കാണാനാണ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നതെന്ന് കമൽ പറയുന്നു. 1986 പുറത്തിറങ്ങിയ മിഴുനീർ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് കമൽ സംവിധാന രംഗത്തേക്ക് എത്തിയത്. പിന്നീട് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, ഉണ്ണികളെ ഒരു കഥ പറയാം, ഉള്ളടക്കം, മഴയത്ത് മുൻപേ, നിറം, മധുര നമ്പക്കാറ്റ്, നമ്മൾ, പെരുമഴക്കാലം, കറുത്ത പക്ഷികൾ, സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്നാണ് സിനിമയിൽ നിന്നും കമൽ ഇടവേളയെടുത്തത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.